നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. റബ്ബർ സബ്സിഡികൾ പടിപടിയായി വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ശാസ്ത്രീയ സംവിധാനത്തിലൂടെ റബ്ബർ ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കും. റബ്ബർ ആക്ട് നിലവിൽ വന്നതിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. പാലാ പൊൻകുന്നം റോഡിൽ വീണ്ടും വാഹനാപകടം. നിർത്തിയിട്ട ബസ്സിൽ ഇന്നോവ കാറിടിച്ച് ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് കർണാടക സ്വദേശികളുടെ വാഹനം. ഡ്രൈവർ ഉറങ്ങിപ്പോയത് അപകട കാരണമായി. കോട്ടയം ജില്ലാ കിഡ്സ് അത്ലറ്റിക് മീറ്റ്. കോട്ടയം MD സെമിനാരി LP സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാർ. ഇടക്കുന്നം ഗവൺമെന്റ് HSSന് 2ാം സ്ഥാനം. വനം നിയമ ഭേദഗതി ബില്ലിൽ പൊതുസമൂഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് മുന്നോട്ടു പോകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മലയോര കർഷകരെ സർക്കാരിനെതിരാക്കാൻ ശ്രമം നടക്കുന്നതായും ആക്ഷേപം. വാർത്തകൾ വിശദമായി. റബ്ബർ സബ്സിഡികൾ വർദ്ധിപ്പിക്കാൻ നടപടിയെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ശാസ്ത്രീയ സംവിധാനത്തിലൂടെ റബ്ബർ ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ എങ്ങനെ സാധിക്കും എന്നത് സംബന്ധിച്ച് അഭിപ്രായം ഉയർന്നു വരണമെന്നും മന്ത്രി പറഞ്ഞു. റബ്ബർ ആക്ട് നിലവിൽ വന്നതിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. റബ്ബർ ആക്ട് നിലവിൽ വന്നതിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും റബ്ബർ കർഷക കോൺഫറൻസും കോട്ടയത്ത് നടന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. റബ്ബർ സബ്സിഡികൾ ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. 25,000-ൽ നിന്നും 40,000 സബ്സിഡി ഉയർത്തണമെന്ന ആവശ്യം 2 വർഷം മുൻപേ ഉള്ളതാണ്. ഇത് പടിപടിയായി വർദ്ധിപ്പിക്കും. ശാസ്ത്രീയ സംവിധാനത്തിലൂടെ റബ്ബർ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത് സംബന്ധിച്ച അഭിപ്രായങ്ങൾ ഉയർന്നു വരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. വിലസ്ഥിരത ഫണ്ട് വഴി റബ്ബർ വില തകർച്ച തടഞ്ഞ സംസ്ഥാന സർക്കാരിനെ മന്ത്രി അഭിനന്ദിച്ചു. അതുപോലെ തന്നെ കോമ്പൗണ്ട് റബ്ബറിന്റെയും നാച്ചുറൽ റബ്ബറിന്റെ മാത്രമല്ല, കോമ്പൗണ്ട് റബ്ബറിൻ്റെത് 25% വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് സാധിച്ചു. പിന്നെ വേറൊന്നും, ഈ ഇടവിള റബ്ബർ ബോർഡുകാർ ഭയങ്കര കടുംപിടുത്തമായിരുന്നു, അത് പാടില്ല എന്ന്. അത് അനുവദിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ടൂറിസം വരെ ഈ റബ്ബറിൻ്റെ മേഖലയിൽ നമുക്ക് വികസിപ്പിക്കാൻ സാധിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. റബ്ബർ ബോർഡിന്റെ പദ്ധതികൾ, കൃഷിരീതികൾ എന്നീ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു. ബോർഡ് അംഗങ്ങൾ, കർഷകർ, റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ, ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വസന്ത ഗേശൻ അധ്യക്ഷത വഹിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ G അനിൽകുമാർ, റബ്ബർ ബോർഡ് മെമ്പർ N ഹരി തുടങ്ങിയവർ പങ്കെടുത്തു. മികച്ച റബ്ബർ ഉൽപാദകർക്കുള്ള അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അപകടപാതയായി പൊൻകുന്നം പാലാ റോഡ്. 12ാം മൈലിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറിടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്നോവയിൽ സഞ്ചരിച്ചിരുന്ന 9 പേർക്കും സ്വകാര്യ ബസ്സിലുണ്ടായിരുന്നവർക്കുമാണ് പരിക്കേറ്റത്. കർണാടക സ്വദേശികളായിരുന്നു തീർത്ഥാടകർ. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പാലാ പൊൻകുന്നം റോഡിൽ 12ാം മൈലിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സിൽ ഇന്നോവ കാർ ഇടിച്ച നിരവധി പേർക്ക് പരിക്ക്. ശബരിമല അയ്യപ്പഭക്തർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ ഇന്നുച്ചയ്ക്ക് 12:30 ബസ്സിലിടിച്ച അപകടമുണ്ടായത്. ഇന്നോവയിൽ യാത്ര ചെയ്തിരുന്ന ചിലരുടെ നില ഗുരുതരമാണ്. ശബരിമല തീർത്ഥാടന യാത്ര കഴിഞ്ഞ് തിരികെ വന്നവരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. കർണാടകയിൽ നിന്നുള്ള അയ്യപ്പഭക്തരാണ് കാറിൽ ഉണ്ടായിരുന്നത്. 2 കുട്ടികളും ഉൾപ്പെടുന്നു. 9 പേർ വാഹനത്തിലുണ്ടായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം. ബസ്സിൽ യാത്ര ചെയ്തിരുന്നവർക്കും അപകടത്തിൽ പരിക്കുണ്ട്. ഇവരെ പാലയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് പാലാ പൊൻകുന്നം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പാലാ ഫയർഫോഴ്സ് എത്തി റോഡിൽ പരന്ന ഡീസൽ കഴുകി വൃത്തിയാക്കി. പാലാ പോലീസും സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. കാറിന്റെ ഒരു ഭാഗം മുഴുവൻ തകർന്നിട്ടുണ്ട്. ഈ അപകടം നടക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് 2 വാഹനങ്ങൾ ഇവിടെ കൂട്ടിയിടിച്ചിരുന്നു. പാലാ പൊൻകുന്നം റോഡിൽ പശ്ചാത്തോളിൽ 2 ദിനം മുൻപ് ബൈക്ക് യാത്രികൻ അപകടത്തിൽ മരിച്ചിരുന്നു. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ ഈ പാതയിൽ ഉണ്ടാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയം ജില്ലാ കിഡ്സ് അത്ലറ്റിക്സ് മീറ്റിൽ കോട്ടയം MD സെമിനാരി LP സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. ഇടക്കുന്നം ഗവൺമെന്റ് HSSനാണ് 2ാം സ്ഥാനം. മൂന്നാമത് കോട്ടയം ജില്ലാ കിഡ്സ് അത്ലറ്റിക് മീറ്റ് പാലാ അൽഫോൻസ കോളേജിൽ നടന്നു. 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി 3 ഗ്രൂപ്പുകളിലായി ലെവൽ 1, 2, 3 വിഭാഗങ്ങളിലായി ആൺകുട്ടികളും പെൺകുട്ടികൾക്കും മത്സരങ്ങൾ നടന്നു. 300ഓളം കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. കോട്ടയം MD സെമിനാരി LPS ഓവറോൾ ചാമ്പ്യന്മാരായി. ഗവൺമെന്റ് HSS ഇടക്കുന്നം 131 പോയിന്റുമായി 2ാം സ്ഥാനവും 127 പോയിന്റുമായി ഇഞ്ചാനി ഹോളി ഫാമിലിയും 3ാം സ്ഥാനം നേടി. രാവിലെ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ അൽഫോൻസ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജി ജോൺ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് ബർസാർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ അധ്യക്ഷനായിരുന്നു. ഈ മാസം 22ാം തീയതി തൃശ്ശൂരിൽ നടക്കുന്ന സംസ്ഥാന കിഡ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലേക്ക് 40 കായിക താരങ്ങൾ യോഗ്യത നേടി. ന്യൂസ് ബ്യൂറോ, പാലാ. വനം നിയമ ഭേദഗതി ബില്ലിൽ ജനങ്ങളോട് യുദ്ധപ്രഖ്യാപനത്തിനില്ലെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. സംസ്ഥാന സർക്കാരിനെ കർഷക വിരുദ്ധ സർക്കാരാണെന്നാക്കാനുള്ള ഗൂഢാലോചന നടന്നു. ഇപ്പോൾ വനം നിയമ ഭേദഗതി പൊതുജനത്തിന്റെ അഭിപ്രായം അനുസരിച്ച് മുന്നോട്ടു പോകുമെന്നും AK ശശീന്ദ്രൻ കോട്ടയത്ത് പറഞ്ഞു.
രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളല്ലാത്തവരും പ്രക്ഷോഭത്തിൽ വന്നു. അതിൽ പലർക്കും സതുദ്ദേശമല്ല. മലയോര മേഖലയിലെ ജനങ്ങളെ ഗവൺമെൻറ്റിനെതിരായി തിരിക്കാനുള്ള ഗൂഢാലോചന അതിനകത്ത് നടക്കുന്നതായി പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് നിലമ്പൂരിൽ ഒരു പ്രക്ഷോഭം ആരംഭിച്ചത്. പിന്നീടത് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ഒരു സമരവുമായി മുന്നോട്ട് വന്നു. ഇപ്പോൾ UDFും സമരവുമായി മുന്നോട്ട് വരുന്നു. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ജനങ്ങളോട് യുദ്ധപ്രഖ്യാപനം നടത്തി ഏതെങ്കിലും ഒരു നിയമം പാസ്സാക്കുക എന്നത് ഞങ്ങളുടെ നിലപാടല്ല, നയമല്ല. അപ്പോൾ ഇതിലെ അനിവാര്യതകൾ ഇപ്പോൾ അത് ഒരു തർക്കത്തിൽ നിൽക്കുന്ന ഒരു കാലത്ത്, പ്രത്യേകിച്ച് മലയോര ജനങ്ങളെ മനസ്സിൽ തീക്കൂരിയിട്ട് അവരെ സർക്കാർ വിരുദ്ധരാക്കി മാറ്റുന്നതിനുള്ള രാഷ്ട്രീയതര സംഘടനകളുടെ ഗൂഢശ്രമത്തിന് ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് ഉചിതമല്ല എന്നാണ് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. പാലാ മീനച്ചിൽ വയോധികനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിട്ട് 3 ആഴ്ച പിന്നിട്ടു. പടിഞ്ഞാറേമുറിയിൽ മാത്യു തോമസിനെയാണ് കാണാതായത്. സ്പെഷ്യൽ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ 100ഓളം പോലീസുകാർ പ്രദേശത്ത് തെരച്ചിൽ നടത്തി. പാല മീനച്ചിലിൽ ദുരൂഹ സാഹചര്യത്തിൽ 84-കാരനെ കാണാതായതിലുള്ള തിരച്ചിൽ നടന്നെങ്കിലും കണ്ടെത്താനായില്ല. പാല മീനച്ചിൽ പടിഞ്ഞാറേമുറിയിൽ മാത്യു തോമസിനെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. സ്പെഷ്യൽ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള 100ഓളം പോലീസുകാരും ചേർന്നാണ് പ്രദേശത്ത് തിരച്ചിൽ നടത്തിയത്. അന്വേഷണം നിലച്ച സാഹചര്യത്തിൽ ബന്ധുക്കൾ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതി തിരച്ചിലിനായി കർക്കശ നിലപാടെടുത്തത്. മാത്യു തോമസിനെ വീടിന് സമീപത്തു നിന്ന് കാണാതായത് 2024 ഡിസംബർ 21-നായിരുന്നു. മാത്തച്ഛനും ഭാര്യയും മാത്രമായിരുന്നു കുടുംബ വീട്ടിൽ താമസമുണ്ടായിരുന്നത്. രാവിലെ പതിവ് നടത്തത്തിന് ഇറങ്ങിയ മാത്തച്ഛൻ ഉച്ചയായിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. പോകുമ്പോൾ മാത്തച്ഛന്റെ കൈവശം പണമോ മൊബൈൽ ഫോണോ ഉണ്ടായിരുന്നില്ല. 21-ന് 10 മണിയോടെ വാഹനത്തിന്റെ ഡോർ പലതവണ തുറന്നടയ്ക്കുന്നത് കേട്ടുവെന്ന് സമീപവാസികൾ പറഞ്ഞിട്ടുണ്ട്. സമീപ വീടുകളിൽ CCTV ഇല്ലാതിരുന്നത് അന്വേഷണത്തിന് തടസ്സമായിട്ടുണ്ട്. പാലാ പോലീസ് സ്റ്റേഷൻ പരാതി നൽകുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. തുടക്കത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും അന്വേഷണം നൽകുകയായിരുന്നു. പലവട്ടം പോലീസിനെ സമീപിച്ചെങ്കിലും സംഭവം കാണാതാകലിൽ അവസാനിപ്പിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു. നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ള മാതച്ചൻ ഒരു കാരണവശാലും വീട് വിട്ടുപോകുകയില്ലെന്നും മരുന്നുകളൊക്കെ കയ്യിൽ കരുതാത്തതിനാൽ ആരോഗ്യനില മോശമാകുമെന്നും ബന്ധുക്കൾ പറയുന്നു. മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. ഇളംകുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവം ഞായറാഴ്ച സമാപിക്കും. 5ാം ഉത്സവ ദിനത്തിൽ നടന്ന ഉത്സവബലി തൊഴാൻ നിരവധി പേർ ക്ഷേത്രത്തിലെത്തി. ഇളംകുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഞായറാഴ്ച കൊടിയിറങ്ങും. 5ാം ഉത്സവ ദിനമായ വ്യാഴാഴ്ച രാവിലെ അഭിഷേകം, വിശേഷാൽ പൂജകൾ എന്നിവയ്ക്ക് ശേഷം ഉത്സവബലിയും ദർശനവും നടന്നു. നിരവധി ഭക്തർ ഉത്സവബലി തൊഴാൻ ക്ഷേത്രത്തിലെത്തി. ശനിയാഴ്ചയാണ് പള്ളിവേട്ട ഉത്സവം. രാത്രി 12-ന് ശേഷം പള്ളിനായാട്ടും പള്ളിവേട്ട ഉത്സവവും നടക്കും. ഞായറാഴ്ച തിരുവാറാട്ടോടെ തിരുവുത്സവത്തിന് കൊടിയിറങ്ങും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൽ പുനർനിർമ്മിച്ച സർപ്പസങ്കേതത്തിലെ സർപ്പപ്രതിഷ്ഠ വെള്ളിയാഴ്ച നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലെ 7 മണി മുതൽ വിശേഷ വഴിപാടുകൾ, ആയില്യപൂജ, നൂറും പാലും എന്നിവ നടക്കും. 9 മണിക്കാണ് സർപ്പപ്രതിഷ്ഠ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൊൻകുന്നം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് നടത്തി. മേരി ക്യൂൻസ് ആശുപത്രിയുടെ സഹകരണത്തോടെ വ്യാപാര ഭവനിലായിരുന്നു ക്യാമ്പ് നിരവധി പേർ പ്രയോജനപ്പെടുത്തി. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ സർക്കാർ ജീവനക്കാരും അധ്യാപകരും സൂചനാ പണിമുടക്ക് നടത്തുന്നു. ഇതിന് മുന്നോടിയായി നടക്കുന്ന സമര സന്ദേശ വാഹന പ്രചരണ ജാഥയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 22-ന് സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന സൂചനാ പണിമുടക്കിന് മുന്നോടിയായി വടക്കൻ മേഖല സമരസന്ദേശ വാഹന പ്രചരണ ജാഥ നടന്നു. CPI സംസ്ഥാന കൗൺസിൽ അംഗം R. സുശീലൻ ഉദ്ഘാടനം ചെയ്ത ജാഥ പൂഞ്ഞാർ തേക്കക്കര, ഈരാറ്റുപേട്ട, പ്ലാലം ബ്ലോക്ക്, മീനച്ചിൽ താലൂക്ക് ഓഫീസ്, മരങ്ങാട്ടുപള്ളി, ഉഴവൂർ ബ്ലോക്ക് ഓഫീസ്, കുറവലങ്ങാട് സിവിൽ സ്റ്റേഷൻ എന്നീ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. 2023 നവംബർ മാസം 1-ാം തീയതി മുതൽ ഡിസംബർ മാസം 7-ാം തീയതി വരെ ജാഥ സംഘടിപ്പിച്ചുകൊണ്ട് പൊതുജനത്തിന് ആകെ ഈ പദത്തിന്റെ അപകടത്തെക്കുറിച്ച്, സിവിൽ സർവീസിനെ എന്തുകൊണ്ട് സംരക്ഷിക്കണമെന്നതിനെക്കുറിച്ച് ആവശ്യത്തെക്കുറിച്ചും, എന്തുകൊണ്ട് അഴിമതി ഇല്ലാത്ത ഒരു സംവിധാനമായി സിവിൽ സർവീസ് മാറണമെന്നതിനെക്കുറിച്ചും ബോധവൽക്കരിച്ചുകൊണ്ടും നമ്മൾ 37 ദിവസക്കാലം നീണ്ടുനിന്ന ഐതിഹാസികമായിട്ടുള്ള കാൽനട ജാഥ സംഘടിപ്പിച്ചു. ഈ പ്രക്ഷോഭത്തിന്റെ എല്ലാം ഫലമായിക്കൊണ്ടാണ് കഴിഞ്ഞ 2024 ഫെബ്രുവരി മാസം 5-ാം തീയതി കേരള ബജറ്റിൽ ശ്രീമാൻ KN ബാലഗോപാൽ പറഞ്ഞത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി എന്നും കേരളം പിന്മാറുകയാണെന്ന്. ആ പിന്മാറുമെന്ന് പറഞ്ഞ ഫെബ്രുവരി മാസം 5-ാം തീയതിക്ക് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അടുത്ത ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്.
ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി ശ്രീകുമാർ ജാഥ ക്യാപ്റ്റനായും AKSTU ജില്ലാ സെക്രട്ടറി VS ജോഷി വൈസ് ക്യാപ്റ്റനായും ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം S കൃഷ്ണകുമാരി മാനേജറുമായിട്ടുള്ള ജാഥയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം ലഭിച്ചു. AD അജീഷ്, AC രാജേഷ്, പ്രീതി പ്രഹ്ലാദ്, ഏലിയാമ്മ ജോസഫ്, MV സുനീഷ്, S കൃഷ്ണകുമാരി എന്നിവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസിന്റെ നേതൃത്വത്തിലുള്ള ജോബ് ഫെയർ പ്രയുക്തി 2025 ഈ മാസം 25-ന് നടക്കും. രാവിലെ 9:30 മുതൽ അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിലാണ് ജോബ് ഫെയർ. ആന്റണി MP ഉദ്ഘാടനം ചെയ്യും. 25-ലധികം കമ്പനികൾ പങ്കെടുക്കും. വിവരങ്ങൾക്ക് 9472028664 048125634451 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. അറിയിപ്പ്: ചങ്ങനാശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് പ്രത്യേക കോടതിയിൽ ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. നിയമവകുപ്പിൽ സമാന തസ്തികയിലോ ഉയർന്ന തസ്തികയിലോ ജോലി ചെയ്ത് പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉയർന്ന പ്രായപരിധി 62 വയസ്സ്. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ജില്ലാ കോടതി കളക്ട്രേറ്റ് PO കോട്ടയം 686002 എന്ന വിലാസത്തിൽ 27-ന് വൈകിട്ട് 5-ന് മുമ്പ് ലഭിക്കണം. കവറിന് പുറത്ത് തസ്തികയുടെ പേര് രേഖപ്പെടുത്തണം. വിവരങ്ങൾക്ക് ഫോൺ 048125634996. ളാലം ഗവൺമെന്റ് LPSൽ താൽക്കാലിക LPST ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 21-ന് രാവിലെ 10:30-ന് അസൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂൾ ഓഫീസിൽ ഹാജരാവണം. കാഞ്ഞിരപ്പള്ളി കാർഷിക വികസന ബാങ്കിൽ നിന്നും ലേല നടപടികൾ നേരിടുന്ന വായ്പകളും കുടിശ്ശികയായ വായ്പകളും തീർപ്പാക്കാൻ ആകർഷകമായ ഇളവുകളോടെ അദാലത്തുകൾ സംഘടിപ്പിക്കുന്നു. മരിച്ച അംഗങ്ങളുടെ വായ്പകൾക്കും മാരക രോഗങ്ങൾ ബാധിച്ചവരുടെ വായ്പകൾക്കും പ്രത്യേകമായി ഇളവുകൾ അദാലത്തിൽ അനുവദിക്കും. 28-ന് കാഞ്ഞിരപ്പള്ളി ഹെഡ് ഓഫീസിലാണ് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 28 വരെ പ്രത്യേക ഇളവുകൾക്ക് അർഹതയുണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റബ്ബർ സബ്സിഡികൾ പടിപടിയായി വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ശാസ്ത്രീയ സംവിധാനത്തിലൂടെ റബ്ബർ ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കും. റബ്ബർ ആക്ട് നിലവിൽ വന്നതിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. പാലാ പൊൻകുന്നം റോഡിൽ വീണ്ടും വാഹനാപകടം. നിർത്തിയിട്ട ബസ്സിൽ ഇന്നോവ കാർ ഇടിച്ച് ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് കർണാടക സ്വദേശികളുടെ വാഹനം. ഡ്രൈവർ ഉറങ്ങിപ്പോയത് അപകട കാരണമായി. കോട്ടയം ജില്ലാ കിഡ്സ് അത്ലറ്റിക് മീറ്റ്. കോട്ടയം MD സെമിനാരി LP സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാർ. ഇടക്കുന്നം ഗവൺമെന്റ് HSSന് 2ാം സ്ഥാനം. വനം നിയമ ഭേദഗതി ബില്ലിൽ പൊതുസമൂഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് മുന്നോട്ടു പോകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മലയോര കർഷകരെ സർക്കാരിനെതിരാക്കാൻ ശ്രമം നടക്കുന്നതായും ആക്ഷേപം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.